ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഗുലാബ് ജാമുൻ്റെ രണ്ടാമത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ആദ്യമായി തന്നെ പാൽപ്പൊടി എടുക്കുക. ഈ ഒരു പാത്രത്തിൻ്റെ പകുതി അളവിലാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. 3.5 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. 1 2 3 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. ഇനി 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഇതിനുശേഷം 2 പിഞ്ച് സോൾട്ട്, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും യൂണിഫോം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് നന്നായി മിക്സ് ചെയ്യുക. എത്രത്തോളം അത് രണ്ടും ചേർക്കാൻ പറ്റുമോ അതുപോലെ മിക്സ് ചെയ്യുക. ഇത് ഇനി നേരത്തെ അരിച്ച് വെച്ച ആ മിക്സിലേക്ക് ആഡ് ചെയ്ത് കുഴച്ചെടുക്കുക. നല്ലോണം പഞ്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് അമർത്തി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുക. പൊടി പോലെ വരും. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അമർത്തി മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന ഈ സാധനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടി പോലെ വരും. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് റൗണ്ട് ബോൾസ് ആക്കുക. റൗണ്ട് ഷേപ്പൊന്നും കിട്ടണമെന്നില്ല, പറ്റാവുന്ന രീതിയിൽ ബോൾസ് ആക്കുക. കൈ ഒന്ന് ജസ്റ്റ് നേരത്തെ എടുത്ത് വെച്ച ആ ബൗൾ ഓഫ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബോൾസ് ആക്കാൻ ശ്രമിക്കുക. അധികം പ്രഷറൊന്നും കൊടുക്കണ്ട, ഇതുപോലെ ബോൾസ് ആക്കുക. ശേഷം ഓയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ എടുക്കുക. ഷുഗർ സിറപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളുക. ഇനി ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നേരത്തെ റെസിപ്പിയും കാട്ടി ഒന്നും കൂടി ബെറ്ററാണ്. ആക്ച്വലി ഈ റെസിപ്പിയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്.